ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ശബ്ദത്തിന്റെ പ്രഭാതത്തിനായി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്താവിഷയം സർവാധിപതിയായ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു, അപ്പോസ്തലപ്രവൃത്തി 5:29. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, 1-ാം നൂറ്റാണ്ടിലെ ദൈവത്തിന്റെ സഭയെ നാം നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് അവരൊക്കെയും നിർഭയരായി ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവിക തത്വങ്ങളിലും നിലകൊണ്ടവരാണ്. അവർ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരെ ശക്തമായി താക്കീത് ചെയ്തുകൊണ്ട് ഇനി മേലാൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവര് മറുപടിയായി പറഞ്ഞ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. അതായത് ഇവിടെ വളരെ സ്പഷ്ടമായ കാര്യമാണ്, സ്വർഗത്തിലെ ദൈവത്തെയാണ് മനുഷ്യരെക്കാൾ അധികമായി അനുസരിക്കേണ്ടത് എന്ന് ഇവിടെ അപ്പോസ്തലന്മാര് വ്യക്തമായി മനസ്സിലാക്കി അതിനനുസൃതമായി ജീവിക്കുന്നതായി കാണാൻ കഴിയും. അതുപോലെ തന്നെ നവീകരണ കാലത്ത് ദൈവത്തിന്റെ അനുഗ്രഹീതരായ സുവിശേഷകന്മാർ അവരൊക്കെയും സുവിശേഷത്തിൽ ഉറച്ചു നിന്നു, കഠിനാധ്വാനം ചെയ്തു, ദൈവത്തെ മാത്രം അനുസരിച്ചുകൊണ്ട്, മനുഷ്യരെ അനുസരിക്കുന്നതിനേക്കാൾ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. 1529 ജർമ്മനിയിലെ രാജകുമാരന്മാരുടെ സമ്മേളനത്തിൽ ഒരു വലിയ പ്രഖ്യാപനം ചക്രവർത്തി ചെയ്യുകയുണ്ടായി. ആ ചക്രവർത്തി ചെയ്ത കൽപ്പനയിൽ, ആ വിളംബരത്തിൽ കാണാൻ കഴിയുന്നത് മതസ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതാണ്. മാത്രമല്ല, നവീകരണ ഉപദേശങ്ങളെ പ്രചരിപ്പിക്കുന്നത് നിരോധിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇരുട്ടിലായിരിക്കുന്ന ജനസമൂഹത്തിന് വെളിച്ചം ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം അടച്ചു വയ്ക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ നവീകരണ വിശ്വാസം സ്വീകരിക്കുവാൻ അന്നത്തെ ദൈവത്തിന്റെ ജനം ഉറച്ചു നിൽക്കുകയും ചക്രവർത്തിയുടെ കൽപ്പനയെ തള്ളിക്കളയാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അതിനുശേഷം നൂറ്റാണ്ടുകളായി ഈ നവീകരണ ഉപദേശം വളരെ ശക്തമായി കത്തിജ്വലിച്ചുകൊണ്ട് അന്നത്തെ നൂറ്റാണ്ടുകളിൽ, അതായത് സുവിശേഷ സഭയുടെ സ്ഥാപകരും ദൈവത്തിന്റെ സാക്ഷികളും സത്യത്തിന്റെയും മതസ്വാതന്ത്ര്യത്തെയും കൊടി ഉയർത്തിപ്പിടിച്ച് വിജയാളികളായി തീരുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ അന്ത്യകാലത്ത് സ്വർഗത്തിലെ ദൈവം നമ്മെ സുവിശേഷ സത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചുമതല എന്തെന്ന് ചോദിച്ചാൽ സത്യത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. ലൗകിക ഭരണകൂടങ്ങൾ ദൈവത്താൽ നിയോഗിതമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അവരുടെ ന്യായമായ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാം. അവരെ നാം അനുസരിക്കേണ്ടതാണ്. എന്നാൽ ഒരു കാര്യം, ഇങ്ങനെയുള്ള അധികാരികൾ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി വിപരീതമായി വരുമ്പോൾ നാം മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകും. തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ വചനം എല്ലാ മാനുഷിക നിയമങ്ങൾക്കും നിയമനിർമ്മാണങ്ങൾക്കുമെല്ലാം ഉപരിയാണ് എന്ന് തിരിച്ചറിയണം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്ന വചനത്തിന് നമുക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സഭ ഇപ്രകാരം പറയുന്നതോ
രാഷ്ട്രം ഇപ്രകാരം പറയുന്നെന്നോ ഒന്നും പറഞ്ഞാൽ അതിന് വഴിപ്പെടേണ്ടതില്ല. കാരണം ദൈവത്തിന്റെ വചനത്തിന് ഉന്നത സ്ഥാനം നാം കൽപ്പിക്കേണ്ടിയിരിക്കുന്നു. ഭൗമിക അധികാരികളുടെ രത്ന കിരീടങ്ങൾക്ക് മീതെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കിരീടം എന്ന് നാം എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ വഴികൾ അനാവശ്യമായി അടയ്ക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത്. എന്നാൽ നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ പാടില്ല എന്ന് ഭൗമിക ഭരണകൂടമോ സഭയോ കൽപ്പിക്കുമ്പോൾ അത് അസാധ്യമെന്ന് പറയുവാനുള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കണം. സത്യങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. തടസ്സം നിൽക്കുന്നവരോട്, സുവിശേഷ വേലയിൽ തടസ്സം നിൽക്കുന്നവരോട് അപ്പോസ്തലന്മാരെന്ന പോലെ നാമം പറയണം, ഞങ്ങൾക്ക് കണ്ടും കേട്ടുമുള്ള കാര്യങ്ങളെ സംസാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ അത്യുന്നതനായ ദൈവത്തെ, സർവാധിപതിയായ ദൈവത്തെ അനുസരിക്കുന്നതാണ് ഉചിതം. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. ഈ തിരുവചനങ്ങളാൽ സ്വർഗത്തിന്റെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ തന്നെ നമ്മൾ തീരുമാനമെടുക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ഈ ഭൗമിക ഭരണകൂടങ്ങളും സഭയൊക്കെയും നമുക്കെതിരായി നിൽക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ആ സമയത്ത് സുവിശേഷ സത്യം പ്രചരിപ്പിക്കുന്നതിന് ശക്തമായി മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ ദൈവമക്കളും ഒരു തീരുമാനമെടുക്കുക, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. സ്വർഗത്തിന്റെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണനായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, 1-ാം നൂറ്റാണ്ടിലെ അങ്ങയുടെ അപ്പസ്തലന്മാർ, ശിഷ്യന്മാർ, ദൈവവേലയിൽ വ്യാപൃതരായിരുന്ന കർത്താവിന്റെ മക്കൾ, അടിയങ്ങളെ അവർ മനസ്സിലാക്കിയ ദൈവിക സത്യം അവർക്ക് അടച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. മനുഷ്യരെക്കാൾ ദൈവത്തെ മാനിക്കേണ്ടതാണ്, അനുസരിക്കേണ്ടതാണ് എന്ന് അവർക്ക് ധൈര്യമായി പറയുവാൻ കഴിഞ്ഞതിനാൽ തിരുനാമത്തിന് സ്തോത്രം. അതുപോലെ തന്നെ നവീകരണ കർത്താക്കളുടെ കാലത്ത് അവരും ജീവനോടെ അടികളെ കർത്താവിന്റെ മഹത്വത്തിനായി ഊർജ്ജസ്വലതയോടെ നിൽക്കുന്നതിന് കർത്താവ് അവരെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി അങ്ങയുടെ ആത്മാവിനാൽ നിറച്ചതിനാൽ തിരുനാമത്തിന് സ്തോത്രം. നൂറ്റാണ്ടുകളായി അങ്ങയുടെ നവീകരണ കർത്താക്കൾ അവരിൽ നിന്ന് ദൈവിക സത്യം ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തിന് വേണ്ടി ഉറച്ചു നിന്ന ദൈവമക്കളുണ്ട്. അവരൊക്കെയും ജീവനുള്ള ദൈവത്തെ അനുസരിക്കുവാൻ തെരഞ്ഞെടുത്തതിനാൽ തിരുനാമത്തിന് സ്തോത്രം. ഈ അന്ത്യകാലത്ത് അനേക പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവിക സത്യം അടിയങ്ങളെ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കാൻ തിരുനാമത്തിന് സ്തോത്രം. അടിയങ്ങളെ ധൈര്യത്തോടെ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നുവെന്ന് പ്രസ്താവിക്കുവാനും ദൈവിക സത്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ വചനം അനുസരിക്കുവാനും അനേകർക്ക് അടിയങ്ങളൊരു അനുഗ്രഹമായി മാറുവാനും കർത്താവ് ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. തിരുനാമത്തിന് സ്തോത്രം. ഈ തീരുമാനമെടുക്കുന്ന കർത്താവിന്റെ മക്കൾക്ക് സകല കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശബദിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സ്വർഗ്ഗദൈവം നമ്മളെ സഹായിച്ചു. അതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ശിഷ്ടമുള്ള വിശുദ്ധ ശബ്ദത്തിന്റെ മണിക്കൂറുകൾ ഏറ്റവും അനുഗ്രഹപൂർണമായി എല്ലാവർക്കും അനുഭവപ്പെട്ടെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞു ജീവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.